എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടത്. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അഖിൽമാരാർ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ നിന്നും ഞാൻ ശക്തമായി വിജയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിന്നത്. 8 നിര പൊട്ടുന്നത് നമ്മൾ കണ്ടു. 1-ാം സ്ഥാനത്ത് എത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീർവാണമൊക്കെ പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന എല്ലാവരും പലപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ 1-ാം സ്ഥാനത്ത് എത്തുമെന്ന്. അവസാനം 8 നില പൊട്ടിക്കഴിയുമ്പോഴാണ് ഇവർക്ക് സ്വബോധം ഉണ്ടാകുന്നത്. സ്വന്തം കൂട്ടുകാർ പോലും വോട്ട് ചെയ്തില്ല. അതാണ് അവസ്ഥ. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ പല വ്യക്തികൾക്കും കുടുംബത്തിലെ പോലും വോട്ട് കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പ് വേറെയാണ്, അതൊരു വേറെ അവസ്ഥയാണ്. ബന്ധുക്കൾ പോലും വോട്ട് ചെയ്തില്ല, അതാണ് അവസ്ഥ. ഈ അഖിൽമാരാർ നിന്നപ്പം എല്ലാവരും തനിക്ക് വോട്ട് ചെയ്യും, താൻ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നൊക്കെ ഒരു തോന്നലായിരുന്നു പുള്ളിക്ക്. പുള്ളി 2020 നിന്ന് 8 നില പൊട്ടി. അതിനുശേഷം ഇപ്പം 2020 വിട്ടു. അത് കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞു. 2020യും കുറ്റം പറഞ്ഞു, ഫാബു ജേക്കബിനെയും പറ്റും BJPയും കുറ്റം പറഞ്ഞു. ആകെപ്പാടെ തനിക്കുള്ള ഫോളോവേഴ്സും നാട്ടുകാർ മൊത്തം പറഞ്ഞു, പള്ളു പറഞ്ഞു, തൻ്റെ ഇമേജ് എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിദേവന പ്രകാരമാണ് പുള്ളി 2020 വിടുന്നത്. ഇനി നാളെ ഏത് പാർട്ടിയിൽ അദ്ദേഹം കയറുമെന്നൊന്നും നമുക്കറിയാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. അദ്ദേഹം പറയുന്നു, സ്വന്തം അച്ഛൻ പോലും തള്ളി പറഞ്ഞു, മിണ്ടാറില്ല സുഹൃത്തുക്കളൊന്നും. പിന്നെ എന്തിനാണ് ഈ വയ്യാവേലി എടുത്ത് തലേ വെച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അന്നേരം വിചാരിച്ചു ഇപ്പോൾ ഏതാണ് ഞാനങ്ങ് ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ജയിച്ചു, ഞാൻ MLA ആകും എന്നൊക്കെയുള്ള വിചാരത്തിലായിരുന്നു ആശാങ്കേറി നിന്നത്. പിന്നെ പറയേണ്ട അവസ്ഥയാണ്, ഡമാർ പടാറായിരുന്നു. ഇപ്പം 2020 വിട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. സത്യം പറഞ്ഞ കരച്ചിൽ വരും. എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാനെടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020ലേക്ക് പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ BJPയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല, അതിനെ ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എൻ്റെ തീരുമാനം വരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് വരുന്ന സൈബർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിനെല്ലാം മറുപടി കൊട്ടാരക്കര വഴി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25-ാം തീയതി. ഈ അഖിൽമാരാർ ഇപ്പോൾ ഈ പള്ളികളെല്ലാം 2020 ഫാബു ജേക്കബിനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. നമുക്ക് കൃത്യമായിട്ടും അറിയാം. തിരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നത് 2020 ഇന്ത്യയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഒരു പഞ്ചായത്താണ്. 2020യെ കണ്ട് പഠിക്കണം ബാക്കിയുള്ള പഞ്ചായത്തുകളെല്ലാം. അതിൻ്റെ വികസനം നടപ്പിലാക്കാൻ വേണ്ടി പല പഞ്ചായത്തുകളും 2020യെ തിരക്കി കിഴക്കമ്പലത്തേക്ക് വരുന്നു. കേരളം ഒട്ടാകെ 2020 നടപ്പിലാക്കിയ പരിഷ്കാരം നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്നൊക്കെ അന്ന് പറഞ്ഞത്. എന്തോ കുറച്ച് നാളായില്ലേ, മറന്നുപോയി കാണും. ആ വാക്കുകൾ നമുക്ക് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാം. ചിരിക്കാതെ എന്തു പറയാനല്ലേ. 2020 പോലത്തെ ഒരു പ്രസ്ഥാനം അവരുടെ സംസ്ഥാന വ്യാപകമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും കിഴക്കമ്പലം പോലൊരു സ്ഥലം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടിരിക്കും. ഒരു സമയത്ത് ഇപ്പം നമ്മൾ ഗുജറാത്തിനെ കാണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിൻ്റെ ഒരു എന്താണ് മോദിജി ഈ രാജ്യത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് പല ആൾക്കാരും ഗുജറാത്തിൽ പോയി പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യത്തിൻ്റെ ഏതൊരു പഞ്ചായത്തിനും വന്ന് പഠിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് ഇവിടെ കിടക്കുകയാണ് കിഴക്കമ്പലം. അത് കണക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്ലാൻ നമുക്ക് സംസ്ഥാനം ഒട്ടാകെ കൊണ്ടുവന്നൂടാ? ഇത്തരം ചിന്തകൾ വന്നു. ഇത് തെരഞ്ഞെടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിയാ വരുന്നത് അല്ലേ. കേരളത്തിലുള്ള മിക്കവാറും എല്ലാവരും ചിരിക്കുകയായിരിക്കും. കാരണം നാട്ടുകാർക്ക് മറക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞവർക്കൊക്കെ മറക്കാൻ പറ്റും, പക്ഷേ നാട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇലക്ഷന് നിൽക്കുമ്പം പല കാര്യങ്ങളും പറയും. അതൊന്നും ചിലപ്പോൾ നടപ്പിലാക്കുന്ന കാര്യമല്ല, അത് ചിലപ്പം നടപ്പാക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. പിന്നെ അഖിൽമാരാറിന് സത്യം പറഞ്ഞാൽ പറ്റിയ പറ്റേ എന്ന് പറയുന്നത് താൻ എന്തൊക്കെയാണെന്നൊരു തോന്നൽ അഖിൽമാരാറിനുണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിച്ച് കഴിയുമ്പോൾ അതിന് സപ്പോർട്ട് കിട്ടുന്നു, താൻ വലിയ സംഭവമാണ്, താൻ കേരളത്തിൽ എവിടെ നിന്നാലും ജയിക്കും എന്നൊക്കെയുള്ളൊരു സ്വപ്നലോകത്തായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മത്സരിക്കണം, കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കണം,
ബാലഗോപാലിനെ തോൽപ്പിക്കണമെന്നൊക്കെ ഉള്ള സംഭവം ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഐഷ പോറ്റി രംഗപ്രവേശം ചെയ്യുന്നത്. ഐഷ പോറ്റി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതായാലും കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടില്ല, എന്നാൽ BJP-യിലേക്ക് പോകാം, അല്ലെങ്കിൽ 2020-യിലേക്ക് പോകാം, അതും കൊട്ടാരക്കര സീറ്റ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആശാൻ 2020 പോകുന്നു. 2020-യിലെ ഫാബു ജേക്കബിനെയും 2020-യൊക്കെ വളരെയധികം പുകഴ്ത്തി സംസാരിക്കുന്നു. ആ സമയത്തെങ്കിലാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ രശ്മി BJP-യിലേക്ക് വരും. അപ്പം പുള്ളിക്ക് അവിടെയും സീറ്റ് കിട്ടിയില്ല. എന്താ ഇല്ല, ഒറ്റാരി കിടന്നതുമില്ല, പിടിച്ചതുമില്ല, ഒറ്റാരി കിടന്നതുമില്ലാത്ത ഒരവസ്ഥയിലായി. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഏതായാലും മുങ്ങി ഇനിയും കുളിച്ചു കയറാം എന്നുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു പുള്ളി. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ നിന്നും ജയിക്കുമെന്നൊക്കെ വളരെ പ്രതീക്ഷയായിരുന്നു, പറഞ്ഞവരെല്ലാം വോട്ട് ചെയ്യുമെന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു. 8 നിലയിൽ പൊട്ടി, പവനായി ശവമായി. അതിനുശേഷം ഇപ്പം പറഞ്ഞ് കീഴ്ന്നിട്ട് കാര്യമില്ല. തൻ്റെ ഫോളോവേഴ്സ് എല്ലാം പോയി, തൻ്റെ ബിസിനസ് എല്ലാം പോയി, തൻ്റെ വണ്ടി വിറ്റു, നാട്ടുകാർ മൊത്തം പള്ളു പറയുന്നു എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു അല്ലേ? ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും മത്സരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയൊക്കെയാണ്. പക്ഷേ നമ്മൾ പൊട്ടിക്കഴിഞ്ഞ് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ ജനപിന്തുണ എന്തുമാത്രം ആയിരുന്നു എന്നുള്ളേ. ഏതായാലും ഇതിനൊക്കെ മറുപടിയായിട്ട് അന്ന് പിഷാരടിക്കെതിരെയും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് പിഷാരടിക്കെതിരെയും നമ്മുടെ അഖിൽമാരാർ എന്തൊക്കെ പറഞ്ഞു. ഈ എല്ലില്ലാത്ത നാവ് വെച്ച് അഖിൽമാരാർ ആരെയും പറയും, അതൊരു പുള്ളിയുടെ ശീലമാണ്. അപ്പോൾ അന്ന് അഖിൽമാരാർ പിഷാരടിക്കെതിരെ പറഞ്ഞപ്പോൾ പിഷാരടി പറഞ്ഞ വാക്കുകളുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ അത് വൈറലാകുകയാണ്. എനിക്കും പറയാനുള്ളത് ആ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം ഇപ്പം പറഞ്ഞത് ഒരുപക്ഷെ നാളെ മാറ്റി പറഞ്ഞേക്കാം. പിഷാരടി അങ്ങനെ തന്നെയാണ് അഖിൽമാരാറിനെ പറ്റി പറഞ്ഞത്. ആ വാക്കുകൾ ഒന്ന് കേൾക്കുക. അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നുമല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തെങ്കിലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടത്. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാം. അന്ന് പിഷാരടുത്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പം അർത്ഥവത്താകുന്നത് അല്ലേ? ഇത് പെട്ടെന്ന് എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വൈറലാക്കുന്നുണ്ട്. ഏതായാലും എനിക്കും മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം അഖിൽമാരാർ പറഞ്ഞതൊന്നും നമ്മൾ വലിയ വേദവാക്യമൊന്നും ആക്കേണ്ട കാര്യമില്ല. പിഷാരടി പറഞ്ഞ പോലെ ഒരു 3-4 കൊല്ലം കഴിയട്ടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. അതുവരെ കാത്തിരിക്കുന്നതല്ലേ നല്ലത്. ഒരുപക്ഷെ നാളെ അദ്ദേഹം BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ ഇടതുപക്ഷത്തിലേക്കോ പോയി അവിടെയും ചെന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം അനുകൂലിച്ച് സംസാരിച്ചാൽ അത്ഭുതപ്പെടുത്താനൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ഒരു നിലപാടൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് അഖിൽമാരാറിനെ കേരളം ഇപ്പം വിലയിരുത്തുന്നത്. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം അഖിൽമാരാറിൻ്റെ ജൽപ്പനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.